കിടപ്പു രോഗികൾക്ക് സുഖവും പരിചരണവും വർദ്ധിപ്പിക്കുന്നതിന് സ്മാർട്ട് സെൻസറിങ്ങും ന്യൂമാറ്റിക് നിയന്ത്രണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 60ഓളം എയർ ബാഗുകളും സെൻസറും വാൽവുകളും അവയെ പ്രത്യേകം നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളും ബെഡിലുണ്ട്. ഈ മാട്രസ് എന്ന് പറയുന്നത് കിടപ്പ് രോഗികൾക്കും കിടപ്പ് ബാധിതയായ ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ടുള്ള രോഗികൾക്കും വേണ്ടിയുള്ള പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 8 സെഗ്മെൻ്റ് ഉണ്ട്. ഈ 8 സെഗ്മെൻറ്റ് വഴി നമുക്ക് ഓരോ ഭാഗങ്ങൾ രോഗി കിടക്കുന്ന ഓരോ ഭാഗങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും ഈ ഡീഫ്ലേറ്റും ഇൻഫ്ലേറ്റും ചെയ്യുന്ന വഴി നമുക്ക് ഇതിനെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ പേഷ്യൻ്റ് കിടക്കുന്ന സമയത്തുള്ള ലൈവ് റീഡിങ്, ടെമ്പറേച്ചർ, പിന്നെ ഹ്യൂമിഡിറ്റി എത്ര ആണ് ഈ പേഷ്യൻ്റ് കിടക്കുന്നതിൻ്റെ താഴെ ഉള്ളതെന്നുള്ളത്, പേഷ്യൻറ്റിൻ്റെ ബാക്കിൽ എത്ര ആണ് ഉള്ളതെന്നുള്ള നമുക്ക് ലൈവായിട്ട് വെബ്സൈറ്റിൽ കാണാൻ പറ്റും. ഇപ്പം പേഷ്യൻ്റ് കിടക്കുന്ന സമയത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഈ വെബ്സൈറ്റിനകത്ത് ലൈവായിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ആവും. അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പേഷ്യൻ്റ് കുറേ നേരം കിടന്ന് കഴിയുമ്പോൾ പേഷ്യൻറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ ബ്ലിസ്റ്ററിങ് പോലത്തെ സാധനങ്ങളും ഇങ്ങനെ കിടന്ന് പുഴുത്തളുകുന്ന അവസ്ഥ വരുന്ന സമയത്ത് ഈ ഒരു കാറ്റും ഇച്ചിരി വായു അതുവഴി കയറി ഇറങ്ങുന്ന വഴി അവർക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അവർക്ക് ആ കണ്ടീഷനിൽ നിന്ന് മാറാനും സാധിക്കുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഈ സെഗ്മെൻറ്റ് ഇങ്ങനെ വേവ് പോലെ ആകാൻ പറ്റും. ദീർഘനേരം അമിതമർദ്ദം അനുഭവപ്പെടുന്ന ശരീരഭാഗങ്ങളിലെ എയർ ബാഗുകളുടെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിച്ചാണ് വ്രണങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നത്. വിദ്യാർത്ഥികളായ മെൽവിൻ മാത്യു ജേക്കബ്, ആഷിഫ് അഷ്റഫ്, റീറ്റ കാനിസ് റോഡ്രിഗസ്, എസ് അഭികൃഷ്ണ, എറിക് കെ വിൽസൺ, വി മഹാദേവ മാരാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കണ്ടെത്തൽ. സി മലയാളം ന്യൂസ്, എറണാകുളം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.